നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം. മലയാളികൾക്ക് കർക്കടകം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക രാമായണ പാരായണത്തിന്റെ പുണ്യശീലുകളാണ്. എങ്ങും പെയ്തിറങ്ങുന്ന കർക്കടകമഴയും മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്ന ഔഷധക്കഞ്ഞിയുടെ സുഗന്ധവുമൊക്കെയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. എന്നാൽ ജ്യോതിഷപരമായി നോക്കിയാൽ ഈ കർക്കടകമാസം കേവലം ഒരു പഞ്ഞമാസമല്ല. ആദിത്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ പുണ്യവേളയിൽ ആകാശമണ്ഡലത്തിൽ വലിയ ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറി വലിയൊരു സാമ്പത്തിക തൊഴിൽ മുന്നേറ്റത്തിന് വഴി തുറക്കുന്ന കാലഘട്ടമാണിത്. ഈ കർക്കടക മാസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾക്കും കടബാധ്യതകൾക്കും അറുതി വരുത്തിക്കൊണ്ട് ഈ മാസം വലിയ ഭാഗ്യം തേടിവരുന്ന ആ 5 പ്രധാന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നറിയാൻ ഈ വീഡിയോ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങളും ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷത്തിൽ സൂര്യന്റെ ദക്ഷിണായന ആരംഭമാണ് കർക്കടകമാസം. ഈ വർഷം വ്യാഴത്തിന്റെ അനുകൂലമായ ഭാവങ്ങളും ബുധന്റെയും ചൊവ്വയുടെയും രാശിമാറ്റങ്ങളും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വൻ ധനലാഭത്തിനുള്ള അവസരങ്ങളാണ് ഒരുക്കുന്നത്. തൊഴിലില്ലാതെ അലഞ്ഞവർക്ക് നല്ല ജോലി ലഭിക്കാനും, ബിസിനസ്സിൽ നഷ്ടം നേരിട്ടവർക്ക് അത് തിരിച്ചുപിടിക്കാനും, വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറാനും ഈ ഗ്രഹസ്ഥിതി സഹായിക്കും. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഭാഗ്യ നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ഈ പട്ടികയിൽ ആദ്യമായി കടന്നുവരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ഇടവക്കൂറിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചുകാലമായി മനസ്സിന് വലിയ അസ്വസ്ഥതകളുണ്ടായിരുന്നിരിക്കാം. വിചാരിച്ച കാര്യങ്ങൾ സമയത്തിന് നടക്കാതെ വരിക, കയ്യിൽ പണം തങ്ങാതിരിക്കുക തുടങ്ങിയ അവസ്ഥകൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ കർക്കടക മാസത്തിൽ നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രന്റെയും മറ്റ് അനുകൂല ഗ്രഹങ്ങളുടെയും സ്വാധീനം മൂലം വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായി നോക്കിയാൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരും. ആർക്കെങ്കിലും കടം കൊടുത്ത് തിരികെ കിട്ടാതിരുന്ന പണം ഈ മാസം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ വലിയ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പ്രൊമോഷനോ ശമ്പള വർധനവോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കൃത്യമായ വഴി തെളിയുന്ന മാസമാണിത്. രോഹിണി നക്ഷത്രക്കാർ ഈ മാസം തിങ്കളാഴ്ചകളിൽ ഭഗവാൻ ശിവന് പാലും ജലവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഭാഗ്യവർദ്ധനവിന് കാരണമാകും. അടുത്തതായി വലിയ ഭാഗ്യം കാത്തിരിക്കുന്ന നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. കർക്കടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് സ്വന്തം മാസമാണിത്. അതിനാൽ തന്നെ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് ഇരട്ടിയായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ഈ മാസം വൻ കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. പുതിയ ഭൂമിയോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടായേക്കാം. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം വിസ സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായ മറുപടി ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വലിയ കമ്പനികളിൽ നിന്ന് ജോലി വാഗ്ദാനങ്ങൾ വരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ണർഷിപ്പുകൾ വഴി ലാഭം കൊയ്യാൻ സാധിക്കും. മാനസികമായി വലിയൊരു സമാധാനം ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. പൂയം നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് വഴി ദോഷങ്ങൾ മാറി ഐശ്വര്യം വരും. നമ്മളുടെ പട്ടികയിലെ 3ാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ചിങ്ങക്കൂറിലും കന്നിക്കൂറിലുമായി കിടക്കുന്ന ഉത്രം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കടുത്ത തൊഴിൽ സമ്മർദ്ദത്തിലൂടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ അസ്വസ്ഥതകളിലൂടെയോ കടന്നുപോയവരാകാം. എന്നാൽ കേട്ടോളൂ, കർക്കടകരവിയുടെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം കൊണ്ടുവരും. ജോലിസ്ഥലത്തെ ശത്രുക്കളുടെ ശല്യം അവസാനിക്കും. നിങ്ങളുടെ കഴിവ് മേലധികാരികൾ തിരിച്ചറിയുന്ന കാലമാണിത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിവരും. അത് ഭംഗിയായി നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സിൽ വിചാരിച്ചതിലും വലിയ ലാഭം കൊയ്യാൻ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും. സാമ്പത്തികമായി നോക്കിയാൽ അനാവശ്യ ചെലവുകൾക്ക് വലിയൊരു പരിധിവരെ തടസ്സം വീഴും. പണം സമ്പാദിക്കാനും അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരിച്ചുവരും. ഉത്രം നക്ഷത്രക്കാർ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാനെ വന്ദിച്ച് ആദിത്യ ഹൃദയസ്തോത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. 4ാമതായി ഈ കർക്കടകത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന നക്ഷത്രമാണ് തുലാക്കൂറിൽ വരുന്ന ചോതി നക്ഷത്രം. രാഹുവിന്റെ സ്വാധീനമുള്ള ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാറില്ല എന്നൊരു പരാതിയുണ്ടാകാറുണ്ട്. എന്നാൽ ഈ മാസം ആ പരാതി മാറാൻ പോവുകയാണ്. കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം ആശ്വാസത്തിന്റെ ദിനങ്ങളാണ്. കടങ്ങൾ വീട്ടാനുള്ള വരുമാനം പെട്ടെന്ന് വന്നു ചേരും. വീടുപണി മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അത് പുനരാരംഭിക്കാൻ സാധിക്കും. കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മീഡിയ മേഖലയിലുള്ളവർക്കും ഈ മാസം വലിയ അവസരങ്ങൾ ലഭിക്കും.
പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും. വ്യാപാരികൾക്ക് വിപണിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണിത്. ചോതി നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തി അർച്ചന കഴിക്കുന്നത് വലിയ ധനയോഗങ്ങൾക്ക് വഴിതെളിക്കും. അവസാനമായി, എന്നാൽ ഏറ്റവും പ്രധാനമായി, ഈ കർക്കടക മാസം ഭാഗ്യദേവത കനിഞ്ഞനുഗ്രഹിക്കാൻ പോകുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചുകാലമായി ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ കടുത്ത വെല്ലുവിളികൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ കർക്കടക മാസത്തോടെ നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സാമ്പത്തിക നില അങ്ങേയറ്റം ഭദ്രമാകും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകാനോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് കൈവരാനോ വലിയ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഒരു ലീഡർ പദവിയിലേക്ക് ഉയർത്തപ്പെടും. ബിസിനസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ച് വിജയം വരിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ നിന്ന് വൻ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഉത്രാടം നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്കും, അതായത് രോഹിണി, പൂയം, ഉത്രം, ചോതി, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ കർക്കടക മാസം വലിയ ഭാഗ്യങ്ങൾ കാത്തുവയ്ക്കുന്നുണ്ട് എന്നത് ജ്യോതിഷപരമായ സത്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഗ്രഹങ്ങളുടെ അനുഗ്രഹമുണ്ടെന്ന് കരുതി നമ്മൾ മടിപിടിച്ചിരുന്നാൽ ഫലം ലഭിക്കില്ല. കൃത്യമായ പ്രയത്നവും ദൈവവിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ പട്ടികയിൽ ഇല്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല. കാരണം കർക്കടക മാസത്തിൽ രാമായണ പാരായണം നടത്തുകയും ശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ജ്യോതിഷപരമായ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു കർക്കടക മാസം ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.